ചേട്ടൊരു കട്ടൻ. എന്താടാ ഇത്യാ 10,000? എടാ മാസാവസാനാണ്, സാലറി അടുത്താഴ്ച കയറുള്ളൂ. അർജന്റാണോ? അയക്കാം. എന്താടാ കാലത്തന്നെ 10 മണി റീചാർജോ? എടാ കാലത്തെങ്ങാടാ നിന്നെ എത്തിയിരുന്നേ? നീ ഏറ്റവും തിന്നണ്ടാ? അയക്കാം. എന്താപ്പാ? ഞാൻ നാട്ടിലെത്തുന്നുള്ളൂ, ഞാൻ വിളിക്കാം. എന്താപ്പാ കാര്യം? അയ്യോ, എന്താപ്പാ കേക്കണേ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? 10,000? ഞാൻ ഇപ്പം അങ്ങോട്ട് വരാം. അമ്മയ്ക്ക് അല്ല, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് അത് പറ. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? $10,000? ഞാൻ നോക്കട്ടെ, ഞാൻ അയക്കാം. ആ 10,000 ഇപ്പം ഞാൻ അയച്ചു കൊടുത്തേ. അക്കൗണ്ടിൽ ഇനി പൈസയും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? ആര്യവേട്ടനെ വിളിച്ചോ. ഹലോ ഹലോ രവേട്ടാ. അയ്യോ രവേട്ട, പൈസ ഷോർട്ടേജ് ആയി പോയി. ഒന്നും മറക്കാണ്ടാവോ? ഞാൻ രാത്രി ആകുമ്പോൾ തരാം. അയ്യോ രവേട്ട, അമ്മയ്ക്കിപ്പോ ജമ്മനെ ഈ പൈസ കഴിഞ്ഞ ആഴ്ച മറിച്ചാൽ ഇത്ര ബോധമായി പോയത്.
ഹലോ എടാ അയക്കുക, ഞാൻ കാർന്ന് വെച്ചാൽ പൈസ മിസ് വയ്ക്കാൻ പറ്റുമോ? എടാ രാത്രി ഇപ്പോൾ സെറ്റാക്കി തരാം, അത്യാവശ്യമാണ്. ഹലോ ഹലോ ആ അത് പോട്ടെ. അല്ലടാ, നീ ഇങ്ങനെ എല്ലാവർക്കും കടം കൊടുത്തിട്ട് നിനക്കൊരാവശ്യം വരുമ്പോ നീ ആരോടെ കടം ചോദിക്കുക? എന്തായാലും നിന്നോട് ചോദിക്കത്തില്ല. ആ ഹലോ, അവിടെ ഒരു 10,000 മറിക്കാണ്ടാവും. ചെറിയൊരു അത്യാവശ്യമായിട്ട് വേണോ? കുഴപ്പമില്ലടാ, അതിൻ്റെ ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. എന്താ ബ്രോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, തരാൻ പൊക്കം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ബ്രോ? ഇല്ലാട്ടാ, പൊക്കോ. ബ്രോ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ആടെ കുറച്ച് പൈസ ആവശ്യമുണ്ടോ? ഒന്ന് താൻ തരുമോ? ഒന്ന് പോയടോ ബ്രോ. എൻ്റെ ഒരു 10,000 രൂപ ഉണ്ടാവും ബ്രോക്ക്, ഞാൻ അയച്ചുതരാം. 10,000? ബ്രോയുടെ നമ്പർ ഒന്ന് പറയൂ, ഞാൻ അയച്ചുതരാം. ബ്രോ നമ്പർ 62321262. അമൽ ബ്രോ അയച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ ബ്രോ? ഓക്കെ കേട്ടോ. അത് അമ്മ ഹോസ്പിറ്റലായിരുന്നു, കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ടെൻഷനായിരുന്നു. ഓക്കെ, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലെന്നാണ് അപ്പം പറഞ്ഞത്. എന്തായാലും ഈ പൈസ ഞാൻ രാത്രി സെറ്റാക്കി തരാം സാർ. അത് കുഴപ്പമില്ല ബ്രോ. ബ്രോ എന്തായാലും ഓക്കെ അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ പോയാലോ? ആ പോവാ. ചേട്ടാ, ഞാനിങ്ങനൊന്നും ആയിരുന്നിട്ട് 10-30,000 ചേരലാവാങ്ങ പറഞ്ഞിട്ട് എന്തായാലും ആവശ്യമുള്ള നേരത്തെ 10ന്റെ പൈസ എടുക്കാനുണ്ട്. ഇനിയും മല അന്നാവും. അവനായിരുന്നു ശരി, മനു. എടാ അമലെ, നിന്റെ സ്കൂട്ടർ എവിടെയാടാ? അതൊക്കെ വീട്ടിലുണ്ട്. എന്തിനാടാ വീട്ടിലൊരു വണ്ടി ഉള്ളപ്പോ വേറൊരു വണ്ടിയുടെ ആവശ്യം? ആകലടാ, അങ്ങ് മേടിച്ചു. എന്തായാലും സംഭവം തീയുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ബുള്ളറ്റിന്റെ ആവശ്യം നിനക്കുണ്ടാ? അല്ലടാ, ഈ ബുള്ളറ്റിന്റെ EMI ഒക്കെ നീ അടച്ചു തീർക്കണ്ടേ? അല്ലാണ്ട് പിന്നെ വെറുതെ പറ്റുമോ? EMI ഒക്കെ ഉണ്ട്, അടച്ചെടുക്കണം. ആ എന്താടാ? അയക്കാം. ആരടാ? നമ്മുടെ അയച്ചാടാ, 1,000 ചോദിക്കാം. അല്ല, അവനിപ്പോ എന്തിനാടാ പൈസയുടെ ആവശ്യം? അറിയില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ആ, കൊടുക്കുന്ന കൊടുക്കാത്തൊക്കെ നിന്റെ ഇഷ്ടം, പറഞ്ഞോന്നുള്ളൂ. അല്ല, എനിക്ക് കൊടുക്കുന്ന പൈസക്ക് തിരിച്ചു കിട്ടാറുണ്ടാ? അത് പിന്നെ കുറച്ച് തരാണ്ട്, ശരിയായിരിക്കും. നന്നായി. എന്റെ രവിയേട്ടനല്ലേ പോണേ? ആള് പുതിയ കാർ എടുത്താ? ആള് റിച്ചല്ലേ? പൈസ കാറ്റ് എന്താ ആവാല്. ആ അത് പോട്ടെ.
അല്ലടാ, നീ ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ പൈസ കടം കൊടുത്താ നിനക്കൊരാശ വരുമ്പോ നീ ആരുടെ പൈസ കടം ചോദിക്കുക? അത് പിന്നെ എന്തായാലും നിന്നോട് ചോദിക്കത്തില്ല പോരെ. സംഭവം നീ നടക്കണ പോലൊക്കെ നടക്കണമെന്ന് എനിക്ക് നല്ല പോലെ ആഗ്രഹമുണ്ട്. പക്ഷേ പോക്കറ്റിലെ പൈസ സമ്മതിക്കുന്നില്ല. എടാ, കോളേജ് കഴിഞ്ഞ് 2 കൊല്ലം നീ എസ്റ്റ് കൊടുത്തു പോയ ആളല്ലേ, നീ അത് വിട്. എടാ മനു, ഒറ്റ ലൈഫുള്ളൂ. നാളെ നമ്മളൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് വെച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം. ഡാ, സംഭവം നീ പറയുന്ന കേൾക്കാനൊക്കെ ഒരു ഗുമ്മുണ്ട്. പക്ഷെ നാളെ നമുക്കൊരു ജീവിതമില്ലടാ. ഞാൻ എൻ്റെ അനുഭവത്തിനെ വിളിച്ചെത്തുന്ന പറയാം. ഒരു 10 രൂപ ഇട്ടാണെങ്കിൽ മിനിമം 5 രൂപയെങ്കിലും മാറ്റി വയ്ക്കണം. കാരണം ഇത് മാത്രമല്ലല്ലോ, കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു കുടുംബം കുട്ടികളൊക്കെ നിനക്കും വേണ്ടേ. അപ്പൊ പിന്നെ പ്രാരാബ്ദാവും, കടക്കണിയാവും, ആശുപത്രി വാസാവും. അപ്പോ അതിനൊക്കെ നിനക്കും വേണ്ട കുറച്ച് സേവിങ്സ് ഒക്കെ. നീ ഇങ്ങനെ പൈസ പൊട്ടിച്ച് നടന്ന ലാസ്റ്റ് നീ ദുഃഖിക്കുള്ളൂ. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നീ മനസ്സിലൊന്നും വെക്കണ്ട. നീ വണ്ടി കയറിയ മുറി അടിച്ചിട്ടാ. ഡാ, പറ്റുകയാണെങ്കിൽ നീ നിന്റെ ഫാമിലിക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കട്ടാ. ഇൻഷുറൻസോ? ഡാ, നിന്റെ വണ്ടിക്കും മറ്റേതിനൊക്കെ നീ എടുത്തു കൊടുക്കണില്ലേ ഇൻഷുറൻസ്? അതുപോലൊക്കെ തന്നെ നിനക്ക് എന്തെങ്കിലും പറ്റിയ അവർക്കെങ്കിലും ഉപകാരമാവട്ടെ. അല്ല, നീ എടുത്തന്നെ ഇൻഷുറൻസ്? ഞാൻ എടുത്തിട്ടില്ലേ. എന്നാ നമുക്ക് ചാടിക്കാൻ. എനിക്കങ്ങനെ പറഞ്ഞു തരാൻ കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അത്യാവശ്യം മദ്യപിക്കായിരുന്നു. വീട്ടുകാരനൊന്നും എനിക്ക് മര്യാദക്ക് നോക്കാനൂടി പറ്റിയിട്ടില്ല. ഒരു പിടുത്തല്ലാത്ത ജീവിതമായിരുന്നു. കയ്യിലൊരു 10 ഉറുപ്പ്യ കിട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നില്ല. ഇല്ല, അപ്പൊ ശരിയായിട്ടാ. ഒന്ന് നന്നായി. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇന്നെന്റെ മോളുടെ ബർത്ത്ഡേയാ. ഓ, ചേട്ടൻ മോളുടെ വിഷയം ഒന്ന് പറയും? തീർച്ചയായും പറയും. അപ്പൊ ഓക്കെ ബ്രോ, നമ്മൾ കാണാം. ചേട്ടൻ എന്തായാലും പൈസ രാത്രി സെറ്റായി തരാട്ടോ. അത് വേണ്ട ബ്രോ, കുഴപ്പമില്ല. എന്നാലും ചേട്ടാ ഒരു പരിചയമില്ലാതെ എനിക്ക് എങ്ങനെ? ആര് പറഞ്ഞ പരിചയമില്ല? നിന്നെ മുമ്പ് ഞാൻ ഒരിക്കലും മറക്കില്ലടാ. എന്നവിടെ നീ അല്ലായിരുന്നെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന ഞാൻ ചെയ്യും. എൻ്റെ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവാ. ഞാനന്ന് കുറെ അലഞ്ഞിട്ടുണ്ട്. കയ്യില് 5 പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അന്ന് എന്ത് പരിചയത്തിലാ നീ വന്ന് ഞങ്ങളെ സഹായിച്ച. തിരിച്ചൊരു നന്ദി പോലും എനിക്ക് നിന്നോട് പറയാൻ പറ്റിയിട്ടില്ലടാ. നന്ദിയുണ്ടോ? ഒരുപാട് നന്ദിയുണ്ട്. എന്താടാ മനോ? വേണ്ട, പൈസ സെറ്റായി. ഞാൻ കുറച്ച് നന്നാവണ്ടല്ലോ. ഒന്നിരടാ, ഞാൻ വിളിക്കാം. എടാ മോനെ, 19 ചേർത്തല്ലേ? നേരത്തെ കൂട്ടി എനിക്ക് 15 രൂപ തരാം. അതപ്പോ തരും? നീ കട്ടി പൈസ വെച്ച് നീ കട്ടി. നമ്മളാരും മില്യണറോ ബില്യണറോ ഒന്നും എനിക്ക്. പക്ഷെ എനിക്കറിയാം നിങ്ങൾ പൈസ കറക്റ്റായി സേവ് ചെയ്തു, കറക്റ്റായി ചെലവാക്കുന്നവരാണോ. ഞാൻ പറഞ്ഞു വന്നത് എന്നെ പൊള്ളമലന്മാരെ പറ്റിയാണ്. പൈസ കയ്യിൽ കിട്ടിയിട്ടും ശരിയായി ഉപയോഗിക്കാൻ അറിയാത്ത മില്യണർ.